ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രൈസ്തവ മതഗ്രന്ഥമായ വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാവർക്കും പരിചിതമായ ഒരു കഥ ഏതെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി യാതൊരു സംശയവും കൂടാതെ എല്ലാവരും പറയും, നല്ല ശമരിയക്കാരൻ്റെ കഥ. വേദപുസ്തകത്തിലെ ഒരു കഥയിലെ ഒരു കഥാപാത്രം ലോകത്തെ ഇത്രയധികം സ്വാധീനിക്കുകയും ഈ ലോകത്തിൽ നന്മയുടെയും കരുണയുടെയും പര്യായമായി തീരുകയും ചെയ്ത മറ്റൊരു കഥാപാത്രം വേദപുസ്തകത്തിലില്ല എന്ന് പറയുവാൻ സാധിക്കും. യേശു പറഞ്ഞ ഏറ്റവും സുന്ദരമായ ഈ കഥയുടെ പശ്ചാത്തലം, ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് പരീക്ഷിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ്. ഈ മനുഷ്യനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി യേശു ഉപയോഗിച്ച സുന്ദരമായ കഥയാണ് ശമരിയക്കാരൻ്റെ കഥ. കഥകൾക്ക് ചരിത്രത്തെക്കാൾ ശക്തിയുണ്ടെന്നും കഥകൾക്ക് ലോകത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുമെന്നും ലോകത്ത് പല നല്ല സാമൂഹ്യ പരിഷ്കർത്താക്കളും തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ലോകത്തെ ചലിപ്പിച്ചിട്ടുള്ള എല്ലാവരും സുന്ദരമായ കഥകൾ പറഞ്ഞിട്ടുള്ളവരാണ്. സാഹിത്യത്തിനും കലയ്ക്കും കഥയ്ക്കും ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കാമെന്നും ചരിത്രത്തെ എങ്ങനെ തിരുത്തി കുറിക്കാമെന്നും ഒക്കെ വളരെ വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളും കാണുന്ന കഥകളും ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും ഒക്കെ എത്ര കണ്ട് ചരിത്രപരമാണ് എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ സന്ദേശവും ശക്തിയും നാം അറിയേണ്ടത് ആവശ്യമാണ്. യേശു കഥകൾ പറഞ്ഞു നടന്ന ഒരു റബിയാണ്. ഈ റബിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന്, അതും ന്യായശാസ്ത്രിയാണ്, ന്യായപ്രമാണത്തിൻ്റെ വള്ളുപുള്ളി തെറ്റാതെ എല്ലാം അറിയുകയും ജനങ്ങളെ വിധിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ തലനാരിഴ കീറി പരിശോധിച്ച് വിധി നടപ്പിലാക്കുകയും ചെയ്യുന്ന ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് തികച്ചും താത്വികമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം, ഞാൻ നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്നതാണ്. നമ്മുടെ സുവിശേഷത്തിൽ മറ്റൊരു ഭാഗത്ത് ഇദ്ദേഹത്തെ ഒരു പ്രമാണിയായിട്ടാണ് കരുതുന്നത്. അദ്ദേഹം സമ്പന്നനാണ്, വളരെയധികം ജ്ഞാനിയാണ്, ന്യായപ്രമാണത്തിൽ വളരെ വ്യക്തമായ അറിവുള്ള വ്യക്തിയാണ്. ഈ മനുഷ്യൻ്റെ ഈ ചോദ്യത്തിന് മുന്നിൽ യേശു ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. എല്ലാം അറിയുന്നവനോട്, എല്ലാം അറിയുന്നവൻ്റെ ഒരു ചോദ്യത്തോട് യേശു ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. നീ എങ്ങനെ വായിക്കുന്നു എന്നതാണ്. നീ നിന്റെ ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നതായി കണ്ടിരിക്കുന്നു, അത് നീ എങ്ങനെ വായിക്കുന്നു? എഴുതപ്പെട്ടിരിക്കുന്നത്, വായിക്കുന്നത്, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഒരേ ഗ്രന്ഥം തന്നെ പലരും വായിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് വായിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ നമ്മളുടെ പലരുടെയും വേദപുസ്തകം എടുക്കുമ്പോൾ വരച്ചിട്ടിരിക്കുന്ന വാക്യങ്ങളൊക്കെ വളരെ വ്യത്യാസമായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട വാക്യങ്ങൾ വ്യത്യാസമാണ്. ചിലർ കാണുന്ന വാക്യങ്ങൾ മറ്റു ചിലർ കാണാറേയില്ല. എന്നാൽ ഈ ന്യായശാസ്ത്രി പറയുന്ന ഒരു ഉത്തരം വളരെ വ്യക്തമാണ്. അത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ തെളിവാണ്. വളരെ കാച്ചിക്കുറുക്കി അദ്ദേഹം ന്യായപ്രമാണത്തെ സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്നും നമ്മൾ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു എന്നതാണ്. നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്നാണ് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ന്യായശാസ്ത്രി വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തെ അതിൻ്റെ പൂർണ്ണതയിൽ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നതാണ്. മറ്റൊരിക്കൽ യേശു ന്യായപ്രമാണത്തെ സംഗ്രഹിച്ച് രണ്ട് കൽപ്പനയായിട്ട് പറയുകയാണ്. ന്യായപ്രമാണം കാച്ചി കുറിക്കാൽ രണ്ട് കാര്യമേ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ സത്ത ഒന്ന് തന്നെയാണ്, ഡയമെൻഷൻ രണ്ടാണ്. എന്താണ് സത്ത? സ്നേഹമാണ്. യേശു പറഞ്ഞു, രണ്ട് കൽപ്പനകൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണം, അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നതാണ്. ഈ ന്യായശാസ്ത്രിയും യേശുവും തമ്മിൽ, തച്ചൻ്റെ മകനായ യേശുവും ഈ ന്യായശാസ്ത്രിയും തമ്മിൽ അറിവിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ന്യായപ്രമാണത്തിൽ നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് എഴുതിയിരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി പാലാഴി കടഞ്ഞ് അമൃതെടുത്തതുപോലെ ന്യായപ്രമാണം കടഞ്ഞ് എടുക്കുന്ന ഒരു അമൃതാണ് സ്നേഹം. യേശു പറയുന്നു, സ്നേഹമാണ് അമൃത്, ആ അമൃതാണ് ജീവൻ പകരുന്നത് എന്ന് യേശു പറയുന്നു. അതുപോലെ ന്യായശാസ്ത്രിയും പറയുന്നു. അതുകൊണ്ട് അറിവിൽ ദൈവപുത്രനും ന്യായശാസ്ത്രിയും ഒരേ തലത്തിലാണ്. രണ്ടു പേർക്കും ന്യായപ്രമാണം വായിച്ചപ്പോൾ ഒരേ വീക്ഷണമാണ്, ഒരേ കാര്യമാണ് മനസ്സിലാക്കിയത്. ഈ കാര്യം മനസ്സിലാക്കിയ വളരെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ഈ മനുഷ്യനെ, യേശുവിനോളം അറിവുള്ള ഒരു ന്യായശാസ്ത്രി, യഹൂദ റബിയായ യേശുവിൻ്റെ മുന്നിൽ ന്യായശാസ്ത്രിയും നിൽക്കുമ്പോൾ പരസ്പരം അംഗീകരിക്കുവാൻ സാധിക്കുന്ന അറിവ്. യേശു പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം ശരിയാണ്, എനിക്ക് നീ പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും പറയുവാനില്ല. ന്യായപ്രമാണത്തെപ്പറ്റി നീ ഗ്രഹിച്ചതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. നീ ചോദിച്ചതിൻ്റെ ഉത്തരം, നീ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് പറയുവാനില്ല. നിത്യജീവൻ പ്രാപിപ്പാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്നേഹിക്കണം. വെർട്ടിക്കൽ ഡയമെൻഷനിൽ
ആരോട് സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്നേഹിക്കണം. ഒരു ഹൊറിസോണ്ടൽ ഡയമെൻഷനിൽ നാം നമ്മളുടെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നതാണ്. ഇത് സ്നേഹം എന്നത് ഒരു പ്രത്യേക ദിശയിലൂടെ മാത്രം വിടാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അത് ഒരുമിച്ച് നിൽക്കുന്നത്. യേശു പറയുമ്പോഴും ന്യായശാസ്ത്രി പറയുമ്പോഴും ഇത് ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, സ്നേഹം ഒരു പൂവിൻ്റെ സുഗന്ധം പോലെയാണ്. ഒരു പൂ വിരിയുമ്പോൾ അതിൻ്റെ എല്ലാ ഡയമെൻഷനിലും അതിൻ്റെ സൗരഭ്യം അനുഭവിക്കും. അല്ലാതെ കിഴക്ക് വശത്തേക്ക് മാത്രം ഒരു പ്രത്യേക സൗരഭ്യം, അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തേക്ക് സൗരഭ്യം കുറവ്, അങ്ങനെയല്ല. അതിൻ്റെ നാനാവശത്തേക്കും സൗരഭ്യം വ്യാപിക്കുന്നത് പോലെ പൂവ് മണമുള്ളതാണെങ്കിൽ എല്ലാ ഡയമെൻഷനിലും അതിൻ്റെ മണം ലഭിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ സ്നേഹമുള്ളവനാണെങ്കിൽ അത് ദൈവത്തോട് മാത്രമല്ല അയൽക്കാരനോടും സ്നേഹമുള്ളവനായിരിക്കും എന്നതാണ്. യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ കള്ളനാകുന്നു എന്നാണ്. എന്താണ് കള്ളത്തരം? ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്, പക്ഷെ മനുഷ്യരെ സ്നേഹിക്കുന്നതിൽ ഇതൊന്നും കാണുന്നില്ല എന്നതാണ്. ദൈവത്തെ ഒരാൾ എങ്ങനെ സ്നേഹിക്കുന്നു എന്നത് നമുക്ക് അത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അളന്നെടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. എന്നാൽ നീ പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്, എന്നാൽ നീ അയൽക്കാരനെ സ്നേഹിക്കുന്നതിൽ വളരെയധികം വീഴ്ച വരുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നീ കള്ളനാണ് എന്ന് പറയണം. അതുകൊണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ അത് രണ്ട് ഡയമെൻഷനിലും, എല്ലാ ഡയമെൻഷനിലും അത് ഒരേപോലെ വ്യാപിക്കുമെന്നതാണ്. ദൈവത്തോടും സ്നേഹമായിരിക്കും, അയൽക്കാരനോടും സ്നേഹമായിരിക്കും എന്നതാണ്. അതുകൊണ്ട് നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ന്യായശാസ്ത്രി പറഞ്ഞത് ശരിയാണ്. കാരണം സ്നേഹമാണ് നിത്യജീവന്റെ അടിസ്ഥാനം. അപ്പോൾ യേശു പറയുകയാണെന്ന ഒരു വാചകമാണ്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറയുകയാണ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു ടേണിംഗ് പോയിന്റാണ്. യേശുവിൻ്റെ ഈ ഒരു അഭിപ്രായമാണ്, നീ പറഞ്ഞ ഉത്തരം ശരിയാണ്, അത് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന. നീ അറിഞ്ഞത് ശരിയാണ്, നീ അത് പിൻപറ്റുക എന്നതാണ്. നീ വായിച്ചത് ശരിയായ കാര്യമാണ്, അറിഞ്ഞത് ശരിയായ കാര്യമാണ്, നീ സംഗ്രഹിച്ചത് ശരിയായ സംഗ്രഹമാണ്, ഉത്തരം ശരിയാണ്, പക്ഷേ നീ അത് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. യേശുവും ഇദ്ദേഹം നമ്മൾ അന്തരം എവിടെയാണ് ഒരുമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും അറിവൊന്നാണ്, എന്നാൽ യേശു താൻ അറിഞ്ഞതിനെ പിന്തുടരുന്നു എന്നതാണ്. ന്യായപ്രമാണത്തിന്റെ വചനത്തിന്റെ ആൾരൂപമായിട്ട് യേശു നിൽക്കുകയാണ്. വചനം ജഡമായി എന്നാണ് പറയുന്നത്, നിത്യമായ വചനം അതിൻ്റെ ആൾരൂപമായി യേശു നിൽക്കുകയാണ്. അത് മാത്രമല്ല, വായിക്കപ്പെട്ട വചനവും യേശുവിൽ താതാത്മ്യപ്പെടുന്നുണ്ട്. ഒരിക്കൽ യേശു പള്ളിയിൽ പോയി യെശയ്യാപ്രവാചകന്റെ പുസ്തകം തുറന്ന് വായിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്, യെശയ്യാപ്രവാചകന്റെ ചുരുളുറന്ന് വായിക്കുമ്പോൾ കിട്ടുന്നത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുന്ന പ്രസാദവർഷത്തെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗം വായിച്ച് ചുരുൾ മടക്കി ആ പള്ളിയിലുള്ള ആളുടെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ വാചകം കേൾക്കുമ്പോൾ, യേശു ഒരു പുസ്തകം വായിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഇന്നിത് വായിച്ചതുകൊണ്ട് തിരുവെഴുത്തിന് നിവൃത്തി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് യേശുവിന് വേദപുസ്തകം പള്ളിയിൽ പരസ്യമായിട്ട് വായിക്കാൻ, ഈ ന്യായപ്രമാണം പരസ്യമായിട്ട് വായിക്കാൻ, ഒരു പ്രവാചകഗ്രന്ഥം വായിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയത് ആണ് നമ്മളത് പലപ്പോഴും നിവൃത്തിയായി എന്നതുകൊണ്ട് മനസ്സിലാകുന്നത്. ചിലപ്പോഴൊക്കെ യേശുവിന് കിട്ടിയ ഒരു ചാൻസ് ആയിട്ടാണ് കാണുന്നത്. യേശു ഒരിക്കലും പ്രവചനം ഈ ന്യായപ്രമാണം വായിച്ചതിനാൽ നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പള്ളിയിൽ വായിക്കാനുള്ള ഒരു നിയോഗം ഞാൻ പൂർത്തിയാക്കി എന്ന അർത്ഥത്തിലല്ല. എനിക്ക് വേദപുസ്തകം വായിക്കാനും പ്രസംഗിക്കാനും ഒരു അവസരം കിട്ടി എന്ന അർത്ഥത്തിലല്ല. നിവൃത്തിയാകുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് കേട്ട വചനം എന്നിൽ നിവൃത്തിയാകുന്നു എന്നതാണ്. ഈ ന്യായപ്രമാണം വായിച്ച എന്നിൽ ഈ വായിക്കപ്പെട്ട വചനം ഫുൾഫിൽ ചെയ്യപ്പെടുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ വേദഭാഗം വായിച്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ച വാക്യങ്ങൾ നാളെ തൊട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണെന്നതാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ വായിച്ച വചനത്തെ എന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നതാണ്. ഞാൻ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്നതാണ്. ഇതാണ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. വായനക്കാരനും വായിച്ചതും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, ഞാൻ വായിച്ച വാചകം എന്നിൽ ഫുൾഫിൽ ചെയ്യുന്നു, നിവൃത്തിയാകുന്നു എന്നതാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം വേദപുസ്തകം വായിക്കുന്നു. പലതവണ വായിച്ചവരുണ്ട്, ധാരാളം സങ്കീർത്തനങ്ങൾ കാണാതെ പഠിക്കുന്നവരുണ്ട്, ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ ബൈബിൾ വായിക്കുന്നവരുണ്ട്, എല്ലാ വാക്യങ്ങളും ശ്രദ്ധയോടെ വരച്ചിട്ട് കാണാൻ പഠിക്കുന്നവരുണ്ട്, നന്നായി പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ചോദ്യം ഇതാണ്,
ഈ വചനം എന്നാണ് എന്നിൽ നിവൃത്തിയാകുക? യേശു വായിച്ച 2-3 വാക്യങ്ങളാണ്. ഈ 3 വാക്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ യേശു എടുക്കുന്നത് 3.5 വർഷമാണ്. കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കുക മാത്രമല്ല, കുരുടന്മാർ കാഴ്ച എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന വാക്യം ഉള്ളിൽ തട്ടിയിട്ട് ഇറങ്ങി നടക്കുന്ന യേശു കാണുന്ന കുരുടന്മാരെ എല്ലാം സൗഖ്യമാക്കാണ്. ദാറ്റ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദി വേർഡ്. ദൈവവചനത്തിന്റെ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. വായനക്കാരനും വായിക്കപ്പെട്ടതും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. വായിച്ച വചനം എൻ്റെ ഉള്ളിൽ കാണുന്നു എന്നത് എന്നിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. കുരുടന്മാർക്ക് കാഴ്ച എന്നത് വെറും പ്രസംഗ വിഷയമല്ല. കുരുടന്മാർ കാഴ്ച നൽകുന്നവനായി ഇറങ്ങുകയാണ്. ബദ്ധന്മാർക്ക് വിടുതൽ നൽകുകയാണ്. പ്രസാദ വർഷം പ്രസംഗിക്കുകയാണ്. അതിനു പറ്റിയ ജീവിതം നയിക്കുകയാണ്. ഇതാണ് ദൈവവചനത്തിന്റെ ആൾരൂപം എന്ന് പറയുന്നത്. ഞാൻ വായിച്ച വചനം എന്നിലൂടെ നിറവേറുക എന്നതാണ്. ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ന്യായപ്രമാണം നന്നായി അറിയാം. യേശു പറഞ്ഞു, നീ പഠിച്ച വചനം നിന്നിൽ ഫുൾഫില്ലാകട്ടെ എന്ന് പറയാണ്, നിന്നിൽ നിവൃത്തിയാകട്ടെ. പ്രിയരെ, എത്രയും വായിച്ചു എന്നതോ എത്രത്തോളം കാണാതെ പഠിച്ചോ എന്നതല്ല. ദൈവവചനത്തോട് ദൈവവചനം കാണിക്കേണ്ട പ്രതിബദ്ധത, ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നതിനപ്പുറമായി വായിച്ച 1-2 വാക്യങ്ങളായിക്കൊള്ളട്ടെ, അത് തൻ്റെ ആയുസ്സിൽ നിവർത്തിച്ചു കാണിക്കുക എന്നതാണ്. ദൈവജനത്തെപ്പറ്റി ഇങ്ങനൊരു ചോദ്യമുണ്ട്. ദൈവജനവും ദൈവവചനവും തമ്മിലുള്ള കോൺട്രഡിക്ഷനാണ്. ദൈവവചനവും ദൈവജനവും തമ്മിലുള്ള കോൺട്രഡിക്ഷൻ, ദൈവവചനത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ദൈവജനം പ്രസംഗിക്കുന്നത് പോലെയുള്ള ജീവിതം ദൈവജനങ്ങളിൽ കാണുന്നില്ല എന്നതാണ്. ഇവിടെ യേശുവിൽ പക്ഷേ ഇത് രണ്ടും ഒന്നായിരിക്കുന്നു എന്നതാണ്. പ്രസംഗകനും പ്രസംഗിക്കപ്പെട്ടതും ഒന്നായിരിക്കുന്നു. പ്രസംഗിക്കപ്പെട്ട സുവിശേഷം തന്നെ താനായിരിക്കുന്നു എന്നതാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച യേശു പിന്നെ സുവിശേഷമായി മാറുകയാണ്. സ്നേഹിക്കുവാൻ വേണ്ടി പ്രസംഗിച്ച യേശു സ്നേഹമായി മാറുകയാണ്. സ്നേഹിക്കുവാൻ വേണ്ടി ലോകത്തെ പഠിപ്പിക്കുന്ന ദൈവം പറയാണ്, ഞാൻ സ്നേഹമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ യേശു പറയുകയാണ്, നീ എന്തറിഞ്ഞോ അത് പിന്തുടരുക എന്ന് പറയുകയാണ്. അപ്പോൾ യേശു പറയുന്നൊരു വാചകമുണ്ട്, നീ അപ്പോൾ നിത്യജീവൻ പ്രാപിക്കുമെന്നല്ല, നീ അപ്പോൾ ജീവിക്കും എന്നാണ് യേശു ഈ ന്യായശാസ്ത്രിയോട് പറയുന്നത്. നീ ജീവിക്കുമെന്നാണ്. നീ സ്നേഹിച്ചാൽ, ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിച്ചാൽ, നിന്റെ കൂട്ടുകാരനെ സ്നേഹിച്ചാൽ നീ ജീവിച്ചു തുടങ്ങും എന്നതാണ്. നീ സ്നേഹിക്കുമ്പോൾ മാത്രമേ നിന്റെ ജീവിതം ആരംഭിക്കുന്നുള്ളൂ. അതുവരെ നീ മൃതമായ ശരീരമാണ്, മൃതമായ ജീവിതമാണ്. ചത്തതിനൊപ്പമേ ജീവിച്ചിരിപ്പൂ എന്ന് പറയുന്നത് പോലെ സ്നേഹമില്ലാത്ത ജീവിതം മൃതമായ ജീവിതമാണ്. ഇവിടെ യേശു അദ്ദേഹത്തോട് പറയുകയാണ്, നീ പറഞ്ഞതുപോലെ ചെയ്താൽ നീ ജീവിക്കുമെന്നാണ്. ചോദ്യം എന്തായിരുന്നു? ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? യേശുവിൻ്റെ ഉത്തരം, നീ ജീവിക്കാൻ എന്ത് ചെയ്യണം എന്നതാണ്. നിത്യജീവനാണ് അന്വേഷണം. പക്ഷേ നീ സ്നേഹിക്കാതെ എങ്ങനെ ജീവിക്കും? ജീവിക്കാതെ എങ്ങനെ നിത്യജീവൻ പ്രാപിക്കും? അതുകൊണ്ട് നീ ജീവിച്ചു തുടങ്ങാൻ പറയുകയാണ്. കുറേ പുസ്തകങ്ങൾ വായിച്ച്, വേദപുസ്തകം പലതവണ വായിച്ച്, ധാരാളം പ്രാർത്ഥനകളിലും കൂട്ടായ്മകളിലും ഒക്കെ സംബന്ധിച്ച് ഒക്കെ ജീവിക്കുമ്പോൾ നമ്മളിൽ വർത്തമാനപരമായ ഒരു വളർച്ച നമ്മളുണ്ടാവണം. നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്നേഹം വളർന്നു വരണം. ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിച്ചു വരണം. അവിടെയാണ് നമ്മളുടെ ജീവന്റെ തുടിപ്പുണ്ടാകുന്നത്. നീ ജീവിക്കുന്നു എന്ന് പറയണമെങ്കിൽ പോലും നീ സ്നേഹിച്ചു തുടങ്ങണമെന്നാണ്. പിന്നല്ലേ നിത്യജീവൻ. ഈ പ്രമാണിയായ ന്യായശാസ്ത്രി ചിന്തിക്കുന്നത് താൻ ന്യായപ്രമാണമായി ബന്ധപ്പെട്ട് കഴിയുന്നു, ന്യായപ്രമാണമെല്ലാം അറിഞ്ഞിരിക്കുന്നു, പിന്നീട് ഇഷ്ടം പോലെ സമ്പാദ്യമുള്ളൊരു പ്രമാണിയാണ്. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാ ജീവിതവും ഞാൻ ആസ്വദിച്ചു, ഇനി എനിക്ക് നിത്യജീവനെ പറ്റിയും കൂടെ ഒരു ഉറപ്പാണ് ആവശ്യം. പക്ഷെ യേശു പറയാണ്, നിന്റെ ജീവിതം ഒരു ജീവിതമല്ല. കാരണം സ്നേഹത്തിന്റെ നിർവചനം നിനക്കറിയാം, പക്ഷേ നിന്റെ ജീവിതം സ്നേഹത്താൽ നിറയപ്പെടുന്നില്ല എന്നതാണ്. നീ വായിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നതാണ്. നീ എല്ലാം ഗ്രഹിക്കുന്നു, പക്ഷേ നീ എല്ലാം വിവേചിച്ചറിയുന്നു. നിനക്കെല്ലാം സംഗ്രഹിക്കാൻ അറിയാം, പഠിപ്പിക്കാൻ അറിയാം, പക്ഷേ നീ നിന്റെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നീ ജീവിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്. നിനക്ക് ജീവിക്കണമെങ്കിൽ നീ സ്നേഹിക്കണം എന്ന് പറയുകയാണ്. അതുകൊണ്ട് ദൈവജനവും ദൈവവചനവും വളരെ കോംപ്ലിമെൻ്ററി ആയി പോകേണ്ടുന്ന ഒരു സാഹചര്യം യേശുവിൽ ആ മാതൃകയാണ് കാണുന്നത്. ഈ ന്യായശാസ്ത്രിയിൽ അത് കാണുന്നില്ല. ഈ ന്യായശാസ്ത്രിയോട് യേശു പറയുന്ന ഒന്നാമത്തെ ധ്യാനം ആ ഭാഗം കൊണ്ട് തീരുകയാണ്. ശരിക്കും ഒന്നാമത്തെ ഭാഗം പറയുവാൻ ശ്രമിച്ചത് ഇതാണ്: ദൈവവചനം എത്രത്തോളം അറിയുന്നു എന്നതല്ല, ന്യായപ്രമാണത്തിലെ അറിവല്ല നിത്യജീവൻ ആധാരം, പിന്നെയോ ന്യായപ്രമാണത്തിൻ്റെ അനുസരണമാണ്,
സ്നേഹത്തിൻ്റെ പിൻപറ്റലാണ്. ജീവിതത്തിൽ ന്യായപ്രമാണം പ്രായോഗികമാക്കുന്നതിലാണ് നിത്യജീവൻ്റെ ആരംഭം. നിത്യജീവൻ ജീവനിലാണ് അധിഷ്ഠിതം. നമ്മളുടെ ജീവൻ സ്നേഹത്തിൽ നിറയുമ്പോൾ അത് നിത്യജീവൻ്റെ തുടക്കമായി മാറുന്നു എന്നതാണ്. എത്രത്തോളം വാക്യം വായിച്ചു എന്നല്ല, വായിച്ച 3 വാക്യങ്ങൾ നിവൃത്തിയാക്കാൻ 3.5 വർഷമെടുത്ത യേശു തന്നിൽ താൻ വായിച്ചത് നിവൃത്തിയായെന്ന് പറയുമ്പോൾ, പ്രിയരെ, നാമും വായിക്കുന്ന ന്യായപ്രമാണം നിവൃത്തിയാക്കാൻ വേണ്ടി അടുത്ത വായനയ്ക്ക് മുമ്പ് എത്തിക്കേണ്ടതാണ്. 2 വേദപുസ്തക വായനകൾക്കിടയിൽ നിവൃത്തി വരുത്തുക എന്നൊരു സംഭവമുണ്ട്. ഇന്നലെ വായിച്ച വാക്യം നിവൃത്തിയാക്കാതെ അടുത്ത വാക്യത്തിലേക്ക് നാം പോവുകയാണ്. യേശു 3 വാക്യം വായിച്ചിട്ട് അത് നിവൃത്തിയാക്കാൻ വേണ്ടി 3.5 വർഷം എടുത്ത മനുഷ്യനാണ്. ഇവിടെ ന്യായശാസ്ത്രിയെ ആ ഒരു ജീവിതത്തിലേക്ക് വിളിക്കുകയാണ്. ഇനി യേശുവിൻ്റെ ഈ ഒരു ഭാഗത്തെ കേന്ദ്രീകരിച്ച് യേശു പറയുന്ന കഥയിലേക്ക് നമ്മൾ പോവുകയാണ്. യേശു പറയുന്ന കഥയിൽ ഒരു വഴിയാണ്. ആ വഴി യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള ഒരു വഴിയാണ്. ഈ വഴിയിൽ ഒരു അർദ്ധപ്രാണനായ മനുഷ്യൻ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. കഥയുടെ ആരംഭത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥപ്രാണൻ, ഒരു പകുതി ജീവനുള്ള ഒരു മനുഷ്യൻ എന്നാണ്. തനി മലയാളത്തിൽ പറഞ്ഞാൽ പകുതി ജീവനാണ്. ഒരു പാതി ജീവനുമായി അരപ്രാണനുമായി കഴിയുന്ന ഒരു മനുഷ്യൻ. യേശുവിൻ്റെ മുന്നിൽ വരുന്ന ചോദ്യം നിത്യജീവനെ പറ്റിയാണ്. ആ ചോദ്യത്തിനിടയിൽ യേശു പറഞ്ഞു, നീ ജീവിക്കണമെന്ന് പറയുകയാണ്. കഥ ആരംഭിക്കുന്നത് അർദ്ധപ്രാണിയായ ഒരു മനുഷ്യനെ പറ്റിയാണ്. 3 വാക്കുകളാണ്: നിത്യജീവൻ, ജീവൻ, അരജീവൻ, അർദ്ധപ്രാണൻ. ഇത് 3 തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ കഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ കഥയിൽ അർദ്ധപ്രാണിയായി കിടക്കുന്ന മനുഷ്യന്റെ മുന്നിലൂടെ 2 പേർ നടന്നു പോകുന്നു. അതിൻ്റെ പിന്നാലെ വരുന്ന ഒരു ശമരിയക്കാരൻ ഈ മനുഷ്യനെ താങ്ങിയെടുത്ത് കൊണ്ടുപോയി വഴിയമ്പലത്തിൽ ഏൽപ്പിക്കുകയും കയ്യിലുണ്ടായിരുന്ന 2 വെള്ളിക്കാശ് അവിടെ നൽകുകയും തുടർന്ന് തിരികെ വരുമ്പോൾ ബാക്കി ചെയ്തോളാം എന്ന ഒരു വലിയ വാഗ്ദാനവും നൽകി അദ്ദേഹം പോവുകയാണ്. തീരാത്ത കടമകളുമായിട്ടാണ് ആ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് ഒരു ചോദ്യം: എൻ്റെ നിത്യജീവൻ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഉത്തരം യേശു വളരെ വ്യക്തമായി പറയുകയാണ്. നിത്യജീവന് വേണ്ടി നീ യാത്ര ചെയ്യുന്ന വഴിയിൽ അർദ്ധപ്രാണിയായ ഒരു മനുഷ്യൻ കടക്കുന്നുവെങ്കിൽ, അരപ്രാണനുമായ ഒരു മനുഷ്യൻ കെഞ്ചുന്നുവെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയില്ലാതെ ജീവന്റെ പൂർണ്ണത അനുഭവിക്കാതെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ആ മനുഷ്യനെയും കൊണ്ടല്ലാതെ നിനക്ക് നിത്യജീവന്റെ ഈ യാത്ര തുടരുവാനാവില്ല എന്നതാണ്. നിന്റെ നിത്യജീവന്റെ യാത്ര ആരംഭിക്കുന്നത് ഈ വഴിയിലാണ്. നിന്റെ നിത്യജീവന്റെ യാത്ര ആരംഭിക്കുന്നത് ഈ വഴിയിൽ തളർന്നു കിടക്കുന്ന മനുഷ്യന്റെ ജീവനിലാണ്. അവൻ അർദ്ധപ്രാണിയാണ്. അവൻ എഴുന്നേറ്റ് നിൽക്കുവാൻ പ്രാപ്തിയില്ലാത്തവനാണ്. അവനെയും ചുമന്നുകൊണ്ടല്ലാതെ നിന്റെ നിത്യജീവന്റെ വഴി പൂർണ്ണമാകുന്നില്ല എന്നതാണ്. നിത്യജീവന്റെ വഴിയിൽ അർദ്ധപ്രാണിയായ മനുഷ്യനെ തഴഞ്ഞുകൊണ്ടൊരു യാത്രയില്ല എന്നതാണ്. അർദ്ധപ്രാണിയായ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട്, അവനോട് കരുണ കാണിച്ചുകൊണ്ട്, അവന് സ്നേഹം പങ്കിട്ട്, നിനക്കുള്ളതെല്ലാം അവന് നൽകി, ഇനിയും നിനക്ക് എന്തെല്ലാം നൽകുവാൻ ആവശ്യമുണ്ടോ അതെല്ലാം നൽകാം എന്ന് വാഗ്ദാനവും ചെയ്തുകൊണ്ടുള്ള അനന്തമായ കടമയ്ക്കും കടപ്പാടിനും ഉത്തരവാദിത്വത്തിനും വിളിക്കുന്ന പേരാണ് നിത്യജീവൻ എന്നത്. എൻ്റെ ജീവിതം നിത്യമാകുന്നത് അർദ്ധപ്രാണിയായ മനുഷ്യനോടുള്ള എൻ്റെ കടമകളുടെ നിത്യതയാണ്. ഒരിക്കലും അവസാനിക്കാത്ത എൻ്റെ ഉത്തരവാദിത്വങ്ങളുടെ നിത്യതയാണ്. എൻ്റെ അയൽക്കാരനുള്ള എൻ്റെ കടപ്പാടുകളുടെ നിത്യതയാണ്. വഴിയിൽ തളർന്നു കിടക്കുന്നവരെ താങ്ങുവാനുള്ള എൻ്റെ കടമകളുടെ നിത്യതയാണ്. വഴിയമ്പലത്തിൽ കൊണ്ടുചെന്ന് ചേർക്കുമ്പോഴും എക്സ്ട്രാ മൈൽ, അധിക നാഴിക യാത്ര ചെയ്യുന്ന മനുഷ്യനെ പോലെ ഈ മനുഷ്യൻ പറയാണ്, അത്രയൊന്നും പോരാ, ഇനിയും നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്, ഞാൻ തിരികെ വരുമ്പോൾ ഇതെല്ലാം ചെയ്തോളൂ, ഇതെൻ്റെ കടമാണ്. നീ അർദ്ധപ്രാണിയായി വഴിയിൽ കിടന്നുവെങ്കിൽ അതെൻ്റെ ബാധ്യതയാണ്, എൻ്റെ കടമയാണ്, എൻ്റെ കടമാണ് നിന്നെ ജീവനിലേക്ക് നയിക്കാൻ. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിത്യജീവൻ പ്രാപിക്കാം എന്നൊരു യാത്ര അസാധ്യമാണ് എന്ന് യേശു പറയുകയാണ്. അർദ്ധപ്രാണിയായ മനുഷ്യന്റെ കൈപിടിച്ചല്ലാതെ ഒരുവന് നിത്യജീവൻ പ്രാപിപ്പാൻ സാധിക്കുകയില്ല എന്ന് യേശു പഠിപ്പിക്കുകയാണ്. നമ്മളോട് യേശു ചോദിക്കുന്നത്, നിത്യജീവൻ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യ, നിന്റെ കൂട്ടുകാരൻ ആരാണ്? നീ ആരെയാണ് കൂട്ടുകാരനാക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ കൂട്ടുകാരനാക്കാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മുടെ തരക്കാരെയാണ്. നമുക്ക് യാതൊരു ബാധ്യതയും ഉണ്ടാകാത്ത ബന്ധങ്ങളാണ് ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ സ്റ്റാറ്റസിന് ചേരുന്ന ആൾക്കാരുമായിട്ടാണ്. വഴിയിൽ മുറിവേറ്റ് കിടന്ന് 2 കാൽ നിൽക്കാനാവാത്ത ഒരു മനുഷ്യനെ കൂട്ടുകാരനാക്കാൻ ആരാണ് ആഗ്രഹിക്കുക? യേശു പറഞ്ഞു, അങ്ങനെ ആഗ്രഹിക്കുന്നവന് മാത്രമാണ്
അവശനെ കൂട്ടുകാരനാക്കുവാൻ ആഗ്രഹിക്കുന്നതിന് മാത്രമാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുക. കാരണം അർദ്ധപ്രാണിയായ ഒരു മനുഷ്യന് നിന്റെ കരുണയും വാത്സല്യവും പങ്കിട്ട് അവനെ ജീവന്റെ ഫലഭൂയിഷ്ഠതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ സാധിക്കുമ്പോൾ നിത്യജീവൻ പൊന്തി വരികയാണ്. കരുണ കാണിക്കുന്നതിലൂടെ നീ നിത്യജീവന്റെ യാത്ര തുടരുന്നു എന്ന് യേശു ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ കൂട്ടുകാരൻ ആരാണ്? എനിക്ക് എൻ്റെ കരുണയ്ക്കർഹനായി കഴിയുന്നവരാണ് എൻ്റെ കൂട്ടുകാരൻ. എൻ്റെ താങ്ങും തണലും വേണ്ടവരാണ് എൻ്റെ കൂട്ടുകാർ. ഞാൻ അങ്ങനെയുള്ളവരുടെ പക്ഷം ചേരുമ്പോഴാണ് ദൈവികമായ യാത്ര. എന്തിന്? ദൈവത്തിൻ്റെ കൂട്ടായ്മകളെല്ലാം അങ്ങനെയല്ലേ? ഫറവോനെ പോലെ വളരെയധികം വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്ന ഒരു ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ അടിമകളായി പാർത്ത ഇസ്രായേലിന്റെ പക്ഷം ചേരാൻ ദൈവത്തെ പ്രേരിപ്പിച്ചെങ്കിൽ ആ കരുണയല്ലേ നമുക്ക് ആവശ്യം? ആ കരുണയ്ക്ക് വേണ്ടിയല്ലേ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു വിക്കനായ മനുഷ്യനെ ഇറക്കിക്കൊണ്ടുവന്ന് എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കാണുന്നു, അങ്ങനെ കഷ്ടപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യുന്നവരുടെ അടുക്കിലേക്ക് നീ പോകണമെന്ന് പറഞ്ഞ് മോശയെ അവിടേക്ക് പറഞ്ഞയക്കുന്ന, പ്രവാചകന്മാരെ വിളിക്കുകയും അയക്കുകയും ചെയ്യുന്ന കരുണയുടെ നാഥനായ സ്നേഹമാകുന്ന ത്രിയേക ദൈവം പ്രവാചകനെ അവിടേക്ക് അയക്കുകയാണ്. പറയുകയാണ്, ഞാൻ ബലഹീനന്റെ പക്ഷത്താണ് എന്നതാണ്. അടിമയുടെ പക്ഷത്താണ്, വിടുതൽ പ്രാപിക്കുന്നവരുടെ പക്ഷത്താണ്, ഓരങ്ങളിൽ തളർന്നു കിടക്കുന്നവരുടെ പക്ഷത്താണ്. അവിടെ എന്നോടൊപ്പം നിൽക്കുക എന്നതാണ് നിത്യജീവന്റെ അടിസ്ഥാനം എന്നത്. തളർന്നു കിടക്കുന്ന മനുഷ്യന്റെ അടുക്കൽ ഞാനും നിൽക്കുമ്പോൾ അവിടെ ഞാൻ നിൽക്കുന്നത് ദൈവത്തോടൊപ്പമാണ്. അപ്പോൾ ആ നിമിഷം മുതൽ നിത്യജീവൻ ഞാൻ ആസ്വദിക്കുകയാണ്. കാരണം നിത്യജീവൻ എന്നത് ദൈവത്തോടൊപ്പം ചേർന്നുള്ള ഒരു ജീവിതമാണ്. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്ന് മുന്നേറി എന്ന് പറയുന്നത് പോലെ നാമും ദൈവത്തോടൊപ്പം നടന്ന് ദൈവം നിൽക്കുന്ന ഇടങ്ങളിൽ നിൽക്കുകയും ദൈവം താങ്ങിയെടുക്കുന്നവരിൽ നിന്ന് താങ്ങിയെടുക്കുകയും ദൈവത്തോടൊപ്പം ചേർന്ന് അർദ്ധപ്രാണിയായ മനുഷ്യനെ സത്രത്തിലെത്തിച്ച് ഞാൻ വീണ്ടും വരുമെന്ന വാഗ്ദാനം നൽകി തീരാത്ത കടങ്ങളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ യാത്രയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ നാം നമ്മളുടെ കൂട്ടുകാരായി തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ഈ അടുത്ത ഇടയ്ക്ക് ഒരു ഫീച്ചർ മനോരമ പത്രത്തിൽ വന്നു. ആ പത്രത്തിൽ വന്ന ഒരു ഫീച്ചർ വളരെ രസകരമായിരുന്നു. ഒരു ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹം ഇങ്ങനെ ഭിക്ഷക്കാരോടൊപ്പം കടൽത്തീരത്ത് പോയിരിക്കുകയാണ്. അദ്ദേഹം ഭിക്ഷക്കാരോടൊപ്പം കടൽത്തീരത്തിരിക്കുന്ന പടമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പലരും. താങ്കൾ എന്തിനാണ് ഈ ഭിക്ഷക്കാരോടൊപ്പം കടൽത്തീരത്ത് വന്നിരിക്കുന്നത്? താങ്കൾക്ക് എത്രയോ കൂട്ടുകാരുണ്ട്, താങ്കൾ ഡോക്ടറല്ലേ? അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ ഇവരും അനുഭവിക്കണം. അതുകൊണ്ട് ഞാൻ വർഷത്തിൽ ഒരിക്കലോ മറ്റോ ഞാനിങ്ങനെ ഇവരെല്ലാം കൂട്ടി കടൽത്തീരത്ത് വന്ന് കാറ്റുകൊള്ളുകയും അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അത് അവർക്കൊരു ഭയങ്കര സന്തോഷമാണ്. അന്ന് അവർക്ക് പുത്തൻ മുണ്ട് ഷർട്ട് കൊടുത്ത് ഒരു ടൂറാണ്. ഞാൻ എത്രയോ വിനോദയാത്ര പോകുന്നു, പക്ഷേ ഇവർ ഒരു വിനോദയാത്ര പോലും പോകുന്നില്ല. അവർക്കൊരു വിനോദയാത്ര വേണ്ടേ? അതുകൊണ്ട് ഞാൻ അവരെ കൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ പോവുകയാണ്. പിന്നീട് അദ്ദേഹം പറയാണ്, ഇത് മാത്രമല്ല, ഞാൻ ഇവരെ കൊണ്ട് തിയേറ്ററുകളിൽ പോയി നല്ല സിനിമകൾ കാണാറുണ്ട്. ഭിക്ഷക്കാരുമായിട്ട് പോയി സിനിമ കാണുക. നമുക്ക് ചിന്തിക്കാനാവുന്നുണ്ടോ ഇതൊക്കെ? നാം ഇന്ന് കൂട്ടുകൂടുന്നത് ആരോടൊക്കെയാണ്? നാം ആർക്കൊക്കെയോ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു, നാം ആരോടൊക്കെയോ ഇരുന്ന് ഊണ് കഴിക്കുന്നു. ഇതെല്ലാം തരക്കാരോടൊപ്പമാണ്. യേശു പറയുന്ന ന്യായശാസ്ത്രി, നീ നിന്റെ തരക്കാരോടൊപ്പം ഒരു മേശപ്പുറത്തിരുന്ന് കാപ്പി കുടിക്കുമ്പോൾ ആരംഭിക്കുന്നതല്ല നിത്യജീവൻ. നീ നിന്റെ രണ്ട് കാപ്പികൾക്കിടയിൽ ന്യായപ്രമാണം വായിക്കുന്നതല്ല നിത്യജീവൻ. നീ രണ്ട് കാപ്പികൾക്കിടയിൽ നീ ന്യായപ്രമാണത്തെപ്പറ്റി ചർച്ചകളും തർക്കങ്ങളും നടത്തുന്നതല്ല നിന്റെ നിത്യജീവൻ. ന്യായപ്രമാണത്തിലെ ചില വാക്യങ്ങൾ വെച്ച് വളരെ ശക്തമായി പ്രസംഗിക്കുന്നതല്ല നിന്റെ നിത്യജീവൻ. നിന്റെ നിത്യജീവൻ ആരംഭിക്കുന്നത് നിന്നെ കൊണ്ട് ആവശ്യമുള്ളവരുടെ ഇടയിൽ, കരുണ ആവശ്യമുള്ളവരുടെ ഇടയിൽ അർദ്ധപ്രാണിയായ ഒരു മനുഷ്യനെ താങ്ങിയെടുത്തുകൊണ്ട് നീ നടക്കുമ്പോഴാണ് നിന്റെ നിത്യജീവന്റെ ആദ്യത്തെ ചുവടുകൾ നീ വെക്കുന്നത് എന്ന് പറയുകയാണ്. ധനവാനും ലാസറും തമ്മിൽ ഉള്ള ഒരു സംഭവം, ഒരു കഥയാണ്. ലാസറും ധനവാനും ഇങ്ങനെ അടുത്തടുത്ത് ജീവിക്കുകയാണ്. വളരെ ഒരു ഗേറ്റിന്റെ അകലമേ ഉള്ളൂ. അവിടെ ജീവിച്ചു കഴിയുമ്പോൾ ധനവാനെ പറ്റി വലിയൊരു പരിഭവം ദൈവം പറയുന്നത്, ദൈവത്തിന്റെ മുന്നിൽ അദ്ദേഹം അങ്ങ് താഴെ നരകയാതന അനുഭവിക്കുകയാണ്. ലാസറാകട്ടെ അബ്രഹാമിന്റെ മടിയിലിരിക്കുകയാണ്. എന്താണ് കാരണം? ഇദ്ദേഹം സ്വയമായി സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കുകയാണ്. ഈ ലോകത്തിന്റെ എല്ലാ സമൃദ്ധിയും ഉണ്ടെങ്കിൽ നിത്യജീവനുമായി എന്ന് ഈ ന്യായശാസ്ത്രിയെ പോലെ ചിന്തിക്കുന്ന ആളാണ്. അങ്ങനെ ചിന്തിച്ച് കഴിയുന്ന ഈ മനുഷ്യൻ അനുഭവിക്കുന്ന നരകയാതനയാണ്. അദ്ദേഹത്തിന് നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യല്ല. കാരണം അദ്ദേഹത്തിന്റെ പടിവാതിൽ കിടന്ന ദരിദ്രനായ ലാസറിനെ പോലും കാണുവാൻ സാധിച്ചില്ല എന്നതാണ്. അദ്ദേഹം ധാരാളം അത്താഴം കഴിച്ചു, ധാരാളം ന്യായപ്രമാണം വായിച്ചു, ദൈവത്തെ അറിയാം, പിതാക്കന്മാരെ അറിയാം, പാരമ്പര്യങ്ങൾ അറിയാം, എല്ലാ നന്മകളെ പറ്റി അറിയാം, എല്ലാ സിദ്ധാന്തങ്ങളും അറിയാം, ഈ ലോകത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ നിത്യജീവൻ പ്രാപിക്കാൻ സാധിച്ചില്ല. കാരണം അയാളുടെ തോളത്ത് ലാസർ ഇല്ലായിരുന്നു എന്നതാണ്.
ലാസറിന്റെ കൈപിടിക്കാതെ ഒരു ധനികനും ദൈവരാജ്യം പ്രാപിപ്പാൻ സാധിക്കുകയില്ല എന്ന് യേശു വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ലാസറിന്റെ കൈപിടിക്കാതെ ഒരു ധനവാനും ദൈവരാജ്യം അവകാശമാക്കാൻ സാധിക്കത്തില്ല. വഴിയിൽ അർദ്ധപ്രാണിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ താങ്ങിയെടുക്കാതെ ഒരു ലേവ്യനും ഒരു പുരോഹിതനും നല്ല സുഹൃത്തായിരിക്കാൻ സാധിക്കത്തില്ല, നിത്യജീവൻ പ്രാപിപ്പാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. ഇത് രണ്ടാമത്തെ ധ്യാനം അവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ നിത്യജീവൻ ആരംഭിക്കുന്നത് എൻ്റെ മുന്നിൽ അവശരും അബലരുമായി കഴിയുന്ന, ബലഹീനരായിരിക്കുന്ന ആളുകളെ താങ്ങിയെടുത്തുകൊണ്ടുള്ള, അർദ്ധപ്രാണിയായ മനുഷ്യരെ താങ്ങിയെടുത്തുകൊണ്ടുള്ള എൻ്റെ യാത്രയാണ് നിത്യജീവന്റെ യാത്ര എന്നത്. മൂന്നാമത്തെ ഒരു ധ്യാനത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചിലരുടെ എല്ലാം ഒരു ധാരണ പറഞ്ഞാൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉത്തരവാദിത്വമെല്ലാം ദൈവത്തെ ഏൽപ്പിച്ചിട്ട് അലസമായി ജീവിക്കുന്നതാണ് ആത്മീയ ജീവിതം എന്നതാണ്. ഈ ഭാഗത്ത് ഒരു യാത്രയിൽ അർദ്ധപ്രാണിയായ മനുഷ്യനെ കിട്ടുന്നു. ലേവ്യനും പുരോഹിതനും എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ലേവ്യന്റെയും പുരോഹിതന്റെയും ആത്മീയമായ കാഴ്ചപ്പാട് എന്തായിരിക്കും? അവർ നമ്മളെപ്പോലെ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ മനുഷ്യൻ ഇവിടെ വീട് കിടക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ കുഴപ്പമാണ്. ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ദൈവമാണ് പദ്ധതി ഇടേണ്ടത്. ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ദേവാലയത്തിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങളുടെ ഏക ഉത്തരവാദിത്വം പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രവർത്തിക്കുക എന്ന ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചിട്ട് വളരെ നിരുത്തരവാദപരമായി ജീവിക്കുന്ന ഒരാത്മീയ ലോകം. ഇവിടെ യേശു അതിനെ വിമർശിക്കുകയാണ്. ഇവിടെ ശമരിക്കാരൻ എന്താണ് ചെയ്യുക? അയാൾ ഉത്തരവാദിത്വം ദൈവത്തെ ഏൽപ്പിക്കുകയല്ല, പിന്നെയോ ദൈവത്തിന്റെ ഉത്തരവാദിത്വം ഇദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയാണ്. ദൈവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്ന മനുഷ്യനെ നോക്കി യേശു പറയുകയാണ്, ഇവനാണ് ശരിക്കും മനുഷ്യൻ, നല്ല മനുഷ്യൻ, നല്ല ശമരിയക്കാരൻ എന്ന് പറയുകയാണ്. ഈ മനുഷ്യന് ലോകം നൽകുന്ന ഒരു പ്രിഫിക്സ് ആണ് നല്ലത് എന്നത്. ഒരു ശമരിയക്കാരന്റെ പേരെഴുതിയിട്ടില്ല, പക്ഷെ അതിന് മുൻപിൽ നമ്മൾ കൊടുക്കുന്നു നല്ല ശമരിയക്കാരൻ എന്ന്. എന്ത്? ദൈവത്തിന്റെ ഉത്തരവാദിത്വം ഭൂമിയിൽ നിറവേറ്റാൻ വേണ്ടി യത്നിച്ച മനുഷ്യനാണ്. പ്രിയരെ, നമ്മൾ പലപ്പോഴും പഠിക്കുന്ന കുട്ടികളായിക്കൊള്ളട്ടെ, ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ചിലർ കാണാൻ പഠിക്കത്തില്ല, ഭയങ്കര പ്രാർത്ഥനയാണ്, പരീക്ഷയ്ക്ക് തോറ്റ് തൊപ്പിയിട്ട് വരുമ്പോൾ ദൈവം ഒന്നും കരുതിയില്ലെന്ന് പറയുക. പ്രിയരെ, എല്ലാ ഉത്തരവാദിത്വം പഠിക്കുക എന്ന എൻ്റെ ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അത് ദൈവത്തെ ഏൽപ്പിച്ചിട്ട് ഞാൻ വെറുതെ ഇരുന്നാൽ എനിക്ക് മാർക്ക് കിട്ടില്ല. ദൈവം എൻ്റെ വീട് അടിച്ചുവാരി വൃത്തിയാക്കില്ല. ദൈവം എനിക്ക് സുന്ദരമായ ഭക്ഷണം വെച്ച് തരില്ല. എൻ്റെ വീട്ടിൽ ദൈവം എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പുരയിടം കളക്കത്തില്ല. എൻ്റെ വീട് വൃത്തിയാക്കില്ല. എൻ്റെ ഭർത്താവിനെയോ ഭാര്യയോ ശുശ്രൂഷിക്കത്തില്ല. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ നിറവേറ്റേണ്ടതാണ്. ശൗമേൽ പ്രവാചകൻ പറയുന്ന പോലെ, അടിയനെ അയക്കണമേ, ഇതാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ. മറിയ പറയുന്നത് പോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന പോലെ ദൈവം നൽകുന്ന ഉത്തരവാദിത്വം ശിരസ ഏറ്റെടുക്കുന്നതാണ് ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രിയരെ, ഈ ഭാഗത്ത് നിന്ന് 3 ധ്യാനങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത്. ഈ 3 ധ്യാനങ്ങളിൽ ഒന്ന്, നിത്യജീവൻ ആരംഭിക്കുന്നത് പ്രമാണങ്ങളുടെ അറിവിൽ നിന്നല്ല, പ്രമാണങ്ങളുടെ ആചരണങ്ങളിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമാണ് എന്നാണ് ഒന്നാമത് ധ്യാനിച്ചത്. രണ്ടാമത് നമ്മൾ ധ്യാനിച്ചത് നിത്യജീവൻ എൻ്റെ വഴിവെക്കിൽ കാണുന്ന, യാത്രയിൽ കാണുന്ന അർദ്ധപ്രാണിയായ മനുഷ്യനെ ചുമന്നുകൊണ്ടുള്ള യാത്രയിൽ മാത്രമേ, അവനെയും ജീവനിലേക്ക് നയിക്കുന്നവരുടെ മാത്രമേ എൻ്റെ നിത്യജീവൻ ആരംഭിക്കുന്നുള്ളൂ എന്നതാണ്. മൂന്നാമത് പറഞ്ഞത്, ഉത്തരവാദിത്തങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ച് അലസരായി കഴിയുന്നതല്ല ആത്മീയ ജീവിതം. ദൈവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിന്റെ നിയോഗമായി ഏറ്റെടുത്ത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതാണ് ആത്മീയ ജീവിതം. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ അയൽവക്കങ്ങളിൽ, എൻ്റെ വഴിയാത്രകളിൽ അർദ്ധപ്രാണിയായ മനുഷ്യനെ ചുമന്നുകൊണ്ട് നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുവാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് നിന്റെ കരുണ കാണിപ്പാനും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.